ഗെയ്സേ ഞാൻ പറഞ്ഞ കാലിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യൂലേ? ഹലോ ഗെയ്സ്. വേണ്ട വേണ്ട, ബോറ ബോറ. ഓക്കേ. അപ്പൊ നമ്മുടെ ഓണം ഇങ്ങോട്ട് എത്താറായി. സോ ഇനി നമുക്ക് അങ്ങോട്ട് ഓണ പരിപാടീസ്, ഓണത്തിന്റെ ഫങ്ഷൻസ്, കംപ്ലീറ്റ് ഒരു അടിപൊളി ഓണത്തിന്റെ ട്രഡീഷണൽ ലുക്ക് ആയിരിക്കും നമ്മളൊക്കെ ഇനി അങ്ങോട്ട്. സോ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് എന്ത്, ഞാൻ ഏത് ഡ്രസ്സ് ഇടും ഓണത്തിന് അല്ലേ? എനിക്ക് സാരി ആവോ സ്യൂട്ട് ആവുക, അതും അനാർക്കലി ടോപ്പ് മോഡലായിരിക്കും, അതും എനിക്ക് പാവാടയും ചെമ്പറും പോലത്തെ സ്കേർട്ട് ടൈപ്പ് ഡ്രസ്സ് ആവോ. സോ നമുക്ക് അങ്ങനത്തെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് കുറച്ച് വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ സ്ലിം ആയി തോന്നും, അല്ലെങ്കിൽ കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ എങ്ങനെ ഏത് ഡ്രസ്സിൽ ഞാൻ ലുക്ക് ആവും, അടിപൊളിയാവും, അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും എന്നുള്ള ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, എസ്പെഷ്യലി എനിക്കുണ്ട്. സോ ഞാൻ ട്രൈ ചെയ്ത് പരീക്ഷിച്ച കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് വണ്ണുള്ളവരാണെങ്കിൽ വണ്ണം ചുരുക്കി തോന്നിപ്പിക്കുന്ന കുറച്ച് ടിപ്സ്, സ്റ്റൈലിംഗ് ടിപ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അത് തന്നെ പറയാം, ഈ വണ്ണമുള്ളതും വണ്ണമില്ലാത്തതും ഒരിക്കലും എന്തല്ല ബ്യൂട്ടിയുടെ ഒരു അളവ് കോലല്ല. ബട്ട് നമ്മൾ എടുക്കുന്ന ഫാബ്രിക്, നമ്മൾ എടുക്കുന്ന ചൂസ് ചെയ്യുന്ന ഡ്രസ്സ്, ഇതിന്റെയൊക്കെ ടൈപ്പ്, അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വണ്ണം കൂടുതലായിട്ടും വണ്ണം കുറച്ചിട്ടും നമ്മളെ തോന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ നമ്മൾ അത് ശ്രദ്ധിക്കാണ്ട് ചാടി പോയിട്ട് ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല വണ്ണമുള്ളവരായിട്ട് തോന്നും. സോ നമുക്ക് കുറച്ച് സ്റ്റൈലിംഗ് ടിപ്സ് നോക്കാം. അത് വണ്ണം തോന്നിപ്പിക്കാനും, അല്ലെങ്കിൽ വണ്ണമുള്ളവർക്ക് വണ്ണം കൂടുതലായി തോന്നിപ്പിക്കാനും, ആൻഡ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരുങ്ങി കോളേജിലേക്ക് പോകാനും പറ്റിയ കുറച്ച് സ്റ്റൈലിംഗ് ടിപ്സ്. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വേർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള ലൈക്ക് ദിസ്, ഓക്കെ, വേർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള ക്ലോത്ത് അല്ലെങ്കിൽ വേർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള തുണി തിരഞ്ഞെടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ബ്ലൗസ് ആണെങ്കിലും അല്ലെങ്കിൽ കുർത്തി ആണെങ്കിലും അവിടെയൊക്കെ വേർട്ടിക്കൽ ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ലീൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ നേരിയ വരകളാകുമ്പോൾ ലൈക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് ഇങ്ങനെ തടിയുള്ള പോലെ അല്ലാതെ ലൈക്ക് ചുരുങ്ങി നിൽക്കുന്നത് പോലെ ഭയങ്കര വൃത്തിക്ക് നിൽക്കുന്ന പോലെ തോന്നും. അതൊന്നുകൂടെ നമ്മൾ ഷേപ്പ് ചെയ്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്ലിം എഫക്ട് തരാനും സ്ലിം ലുക്ക് തരാനും നമ്മളെ സഹായിക്കും. സോ എപ്പോഴും ബ്ലൗസ് ആണെങ്കിലും കുർത്തി ആണെങ്കിലും അല്ലെങ്കിൽ ടോപ്പ് ആണെങ്കിലും ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നല്ല വേർട്ടിക്കൽ ലൈൻസ് ഉള്ള ക്ലോത്ത്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം. ദിസ് ഇസ് ടിപ്പ് 1. നമുക്ക് ടിപ്പ് 2 നോക്കാം. സോ ടിപ്പ് 2 എന്ന് പറയുന്നത്, എപ്പോഴും ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യുക. ലൈക്ക് ബ്ലാക്ക്, അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ, അങ്ങനത്തെ ഡാർക്ക് ഗ്രീൻ, അങ്ങനത്തെ ഡാർക്ക് കളേഴ്സ്, ബ്രൗൺ, ഇങ്ങനത്തെ ചോക്ലേറ്റ് കളറൊക്കെ, അങ്ങനത്തെ ഡാർക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഡാർക്ക് കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ലൈറ്റ് ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ വിജിലൻസ് നിൽക്കുന്നത് പോലെ തോന്നും. ബട്ട് ഡാർക്ക് ആകുമ്പോൾ നമ്മളൊന്ന് ഒതുക്കി ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒന്ന് ചുരുക്കിയിട്ട് നമ്മൾ നല്ല ലീൻ ബോഡി ആയിട്ട് തോന്നിപ്പിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. ആൻഡ് നമ്മളൊന്നുകൂടെ ബ്രൈറ്റ് ആക്കുകയും ചെയ്യും. സോ നമുക്കൊന്നുകൂടെ ഭംഗിയുള്ള ഒരു നല്ല വെളിച്ചമുണ്ടാവും. സോ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. സോ ബ്രൈറ്റ് ലുക്ക് തരാനും ഡാർക്ക് കളേഴ്സ് നല്ലതാണ്. സോ ചൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് നമ്പർ 2 ടിപ്പ്. നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കാം. അതുപോലെ ചൂസ് ചെയ്യുന്ന ഫാബ്രിക് നമ്മളെ ക്രേപ്പ് പോലത്തെ അല്ലെങ്കിൽ ജോർജറ്റ് പോലത്തെ തുണികളൊക്കെ ആണെങ്കിൽ ലൈക്ക് നമ്മൾ ബോഡിയുമായിട്ട് നല്ലോണം ഒട്ടിക്കിടക്കും. സോ നമുക്ക് ഒട്ടും ഇങ്ങനെ വോളിയം ഉള്ളത് പോലെ തോന്നില്ല. സോ നമുക്ക് ഭയങ്കര ബൾക്കി ഫീൽ തരില്ല. ആൻഡ് അതർവൈസ് നമ്മൾ നല്ല സ്റ്റിഫ് കോട്ടൺ അല്ലെങ്കിൽ നല്ല ബൾക്കി ആയിട്ടുള്ള സിൽക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെവി ആയിട്ട് നമ്മൾ തോന്നുകയും ചെയ്യും. ദാറ്റ്സ് വൈ നമ്മൾ നല്ല വണ്ണുള്ളവരെ തോന്നുകയും ചെയ്യും. സോ എപ്പോഴും എടുക്കുന്ന ഫാബ്രിക് നല്ല രീതിക്ക് ഫാബ്രിക് ചൂസ് ചെയ്യുക. ലൈക്ക് ക്രേപ്പ് പോലത്തെ അല്ലെങ്കിൽ ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽസും അല്ലെങ്കിൽ നല്ല കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു ലീൻ ബോഡി ആയിട്ട് തോന്നിപ്പിക്കാൻ സഹായിക്കും. ദിസ് ഇസ് ടിപ്പ് 3. നമുക്ക് ടിപ്പ് 4 നോക്കാം. ടിപ്പ് 4 എന്ന് പറയുന്നത് ലൈക്ക് വീനെക്ക് ആയിട്ട് അടിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നല്ല ഇങ്ങനെ സ്ക്വയർ നെക്ക് ആയിട്ട്, റൗണ്ട് നെക്കിന് പകരം സ്ക്വയർ നെക്ക് ആയിട്ട് അല്ലെങ്കിൽ വീനെക്ക്, ലൈക്ക് ദിസ് വീനെക്ക് ആയിട്ടൊക്കെ നമ്മൾ ബ്ലൗസ് അടുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ ബോഡി കോൺട്രാസ്റ്റ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് നിൽക്കുന്ന പോലെ തോന്നും. സോ നമ്മൾ വല്ലാതെ മുഖം നിലനിൽക്കാതെ ലൈക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കാനും അത് ഹെൽപ്പ് ചെയ്യും. സോ വീനെക്ക് ആയിട്ടുള്ള കഴുത്ത് എപ്പോഴും ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് നമ്പർ ടിപ്പ് 4. ടിപ്പ് 5, ലൈക്ക് നമ്മൾ ഒരുപാട് ലൈക്ക് പറയുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ടിപ്പ് 5 എന്ന് പറയുന്നത്, നമ്മൾ ഓവർ ടൈറ്റ് ആവാത്തതും ഓവർ ലൂസ് ആവാത്തതും നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് കുറേ ലൂസ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ മെലിഞ്ഞ പോലെ തോന്നിപ്പിക്കില്ല, അത് ഭയങ്കര ബോറായിരിക്കുകയും ചെയ്യും. ഇനി ഭയങ്കര ടൈറ്റായി നിർത്തിയാലും അത് നമ്മൾ വളരെ മെലിഞ്ഞായി തോന്നിപ്പിക്കുകയും ചെയ്യില്ല, അതും ഭയങ്കര ബോറായിരിക്കും. സോ കറക്റ്റ് ഫിറ്റിൽ കുറച്ച് ലൂസും കുറച്ച് ടൈറ്റും ആ ഒരു തരത്തിൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയ രീതിക്ക് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്. ഓക്കെ, സോ ദിസ് ഇസ് നമ്പർ 5. ആൻഡ് നമ്പർ 6 എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും സ്ലീവ്ലെസ് ആയിട്ടുള്ള, കുറച്ച് വണ്ണുള്ളവരാണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് അവോയ്ഡ് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു 3/4
3/4 സ്ലീവ് യൂസ് ചെയ്യാം. ഇത്ര കുറവ് അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. ആൻഡ് ഇതിന് മുകളിൽ വരുന്നതൊക്കെ ഭയങ്കര ബോറായിരിക്കും. സോ ബോറല്ല, നമുക്കൊരു വൃത്തി തോന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഫുൾ സ്ലീവ് ആക്കാം, അല്ലെങ്കിൽ 3/4 സ്ലീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് നമ്പർ 6. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ജ്വല്ലറി ആണെങ്കിലും നമ്മൾ മിനിമൽ ആയിട്ടുള്ള, നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇയറിങ്സ് യൂസ് ചെയ്ത് വെച്ചാൽ മിനിമൽ ആയിട്ടുള്ള ഒരു ചെയിൻ കൊടുക്കുക. ലൈക്ക് രണ്ടും കൂടെ ഭയങ്കര ഓവർ ആയിട്ട് നാക്കിയ ഒരു ബോർ ലുക്ക് ആയിരിക്കില്ലേ, അത് നമ്മൾ ഇഷ്ടമാണ്, ലൈക്ക് ഓക്കെ, എങ്കിൽ പോലും എപ്പോഴും നമ്മൾ എടുക്കുന്ന ഓർണമെന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള നെക്ക് ചെയിൻ ആണെങ്കിൽ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇയറിങ്സ് കൊടുക്കുക, സ്റ്റഡ് പീസ് ഒക്കെ കൊടുക്കുക. സോ അതൊന്നുകൂടെ നമ്മൾ മോർ എലഗന്റ് ആയിട്ട് നല്ല അടിപൊളി ലുക്ക് നമുക്ക് സൃഷ്ടിക്കാൻ തരാൻ സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗൈസേ, ഞാനൊരു കാര്യം പറയാം, ഞാനിങ്ങനെ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നതൊക്കെ ഭയങ്കര കുറവാണ്. സോ കുറേ ലൈക്ക് വന്നിട്ടുണ്ടാവും, കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണേ. ആൻഡ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ടു. അത് വർക്കായാൽ കമന്റ് ബിലോ, ഇല്ലെങ്കിലും കമന്റ് ബിലോ. സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ബൈ, ഹാപ്പി ഓണം, അഡ്വാൻസ് ഹാപ്പി ഓണം. സോ ബൈ.